ഖുർആൻ പരമ്പരയിലെ അഹ്റാഫ് എന്ന നീണ്ട അധ്യായത്തിൽ 166-ാമത്തെ വാക്യമാണ് നമ്മൾ അവസാനം വായിച്ചു നിർത്തിയത്. ഇസ്രായേല്യർ ശാബത്ത് ദിവസം, അതായത് ശനിയാഴ്ച മീൻ പിടിക്കാൻ പോയതുകൊണ്ട് ഇസ്രായേല്യരെയൊക്കെ കുരങ്ങന്മാരാക്കി അള്ളാഹു എന്ന് പറയുന്ന കോമഡി കഥയാണ് നമ്മൾ ഈ വാക്യത്തിൽ അവസാനം പറഞ്ഞു നിർത്തിയത്. തുടർന്നും ഇസ്രായേല്യരുടെ കഥ തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഖുർആൻ എന്ന ഗ്രന്ഥം വംശീയമായ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിൻ്റെ ചില നല്ല ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. 167-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം. അവർക്ക് നേരെ കഠിന ശിക്ഷ അനുഭവിപ്പിക്കുന്നവരെ ലോകാവസാനം വരെ അയക്കുക തന്നെ ചെയ്യുമെന്ന് താങ്കളുടെ രക്ഷിതാവ് അറിയിച്ച സന്ദർഭം. താങ്കളുടെ രക്ഷിതാവ് വളരെ വേഗം ശിക്ഷ നൽകുന്നവനും ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ് തീർച്ച. അവരെ നാം ഭൂമിയിൽ പല വിഭാഗങ്ങളായി വിഭജിച്ചു. അവരിൽ നല്ലവരും അല്ലാത്തവരുമുണ്ട്. അവർ മടങ്ങേണ്ടതിനായി നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. അങ്ങനെ അവർക്കു ശേഷം വേദഗ്രന്ഥത്തിന് അവകാശികളായി മറ്റൊരു കൂട്ടർ വന്നു. അവർ ഈ അധോ ലോകത്തിലെ ജീവിത വിഭവങ്ങൾ വാങ്ങുകയും നമുക്ക് പൊറുക്കപ്പെടുമെന്ന് പറയുകയും ചെയ്യും. അതുപോലെയുള്ള വിഭവങ്ങൾ വേറെ കിട്ടുമ്പോൾ അതും അവർ വാങ്ങും. അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാതെ പറയരുതെന്ന് അവരിൽ നിന്ന് വേദഗ്രന്ഥത്തിൽ കരാർ വാങ്ങുകയും അതിലുള്ളത് അവർ വായിക്കുകയും ചെയ്തിട്ടില്ലേ? സൂക്ഷിച്ചു ജീവിക്കുന്നവർക്ക് ഉത്തമം അന്ത്യവീടാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വേദഗ്രന്ഥം മുറുകെ പിടിക്കുകയും നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ നിശ്ചയമായും നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം നാം പാഴാക്കുകയില്ല. അവർക്ക് മുകളിൽ ഒരു കുട പോലെ നാം പർവ്വതത്തെ ഉയർത്തുകയും അത് തങ്ങളുടെ മേൽ വീഴുക തന്നെ ചെയ്യുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്ത സന്ദർഭം. നിങ്ങൾക്ക് നാം നൽകിയത് ബലമായി പിടിക്കുകയും അതിലുള്ളത് ഓർക്കുകയും ചെയ്യുക. നിങ്ങൾ മുത്തക്കികളാവേണ്ടതിന്. ഇങ്ങനെ അവർ എന്നിവിടെ പറഞ്ഞത് ഇസ്രായേല്യരാണ് എന്നും ബൈബിൾ കഥയാണ് ഈ പറയുന്നത് എന്നും സന്ദർഭത്തിൽ നിന്നും ഇതിൻ്റെ തഫ്സീറുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. ഇനി ഞാൻ ഈ പറഞ്ഞതിന് നമ്മുടെ കൂറ്റനാട് മുസ്ലിയാർ നൽകിയിട്ടുള്ള ചില വ്യാഖ്യാന കുറിപ്പുകൾ കൂടി വായിച്ച് കേൾപ്പിക്കാം. കൂറ്റനാട് ഇബ്നു കസീറിൻ്റെ വ്യാഖ്യാനങ്ങളെയാണ് ഇവിടെ കാര്യമായിട്ട് അവലംബിച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ ആ വ്യാഖ്യാനങ്ങളെ കുറച്ച് ആധുനികവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വക കുറച്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് നേരെ കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നവരെ ലോകാവസാനം വരെ നാം അയക്കുക തന്നെ ചെയ്യും. താങ്കളുടെ രക്ഷിതാവ് അറിയിച്ച സന്ദർഭം. താങ്കളുടെ രക്ഷിതാവ് വളരെ വേഗം ശിക്ഷ നൽകുന്നവനും പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. കഠിനമായ ശിക്ഷ നൽകും, ഭയങ്കര കരുണയാണ്, നല്ലോണം പൊറുക്കുന്നവനാണ്, പരമകാരുണികനാണ്. ഇതൊക്കെ കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. അവരെ നാം ഭൂമിയിൽ പല വിഭാഗങ്ങളായി വിഭജിച്ചു. അവരിൽ നല്ലവരും അല്ലാത്തവരുമുണ്ട്. അവർ മടങ്ങേണ്ടതിനായി നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. ഇങ്ങനെയാണ് ഇസ്രായേല്യരെ കുറിച്ച് ഈ പറയുന്നത്. ഇത് മക്കയിലും പരിസരത്തും ഉണ്ടായിരുന്ന ജൂതന്മാരിൽ മുഹമ്മദ് വെച്ച് പുലർത്തിയിരുന്ന പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ചു തുടങ്ങിയ ഒരു ഘട്ടത്തിൽ ജൂതന്മാർക്ക് എതിരെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് എന്ന് ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഏതായാലും നമുക്ക് ഈ തഫ്സീറുകളിലെ വിശദീകരണം ഒന്ന് വായിക്കാം. ഇസ്രായേല്യർ പൊതുവെ ധിക്കാരികളും അതിക്രമകാരികളും ആണല്ലോ എന്നത് ഇവരുടെ മുൻവിധിയാണ് കേട്ടോ. അതിനാൽ അവരെ ശിക്ഷിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ശക്തികളെ എക്കാലവും അവരുടെ നേരെ അള്ളാഹു തിരിച്ചുവിടുമെന്നാണ് ഈ വാക്യം പറയുന്നത്. ഇത് അവരുടെ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ കാണാവുന്നതാണ്. ആദ്യം മൂസാ നബി തന്നെ അവരിൽ നിന്ന് 7-13 കൊല്ലം ജിസിയ പിടിച്ചെടുത്തു. പിന്നീടവർ യൂനാനികളും കസ്ദാനികളും കൽദാനികളുമായ രാജാക്കന്മാരാൽ അടിച്ചമർത്തപ്പെട്ടു. പിന്നീട് ക്രിസ്ത്യാനികളുടെ ഭരണത്തിന് കീഴിലായി. അനന്തരം നബി വന്നപ്പോഴും അവരിൽ നിന്ന് കപ്പം വസൂലാക്കി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അവരുടെ അന്തകനായി വന്നത് അഡോൾഫ് ഹിറ്റ്ലറായിരുന്നു. ജർമ്മൻ റിപ്പബ്ലിക്കിൻ്റെ ചാൻസലറും പ്രസിഡൻറ്റുമായിരുന്ന ഈ സ്വേച്ഛാധിപതി ലക്ഷക്കണക്കിന് ജൂതന്മാരെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കി. അവസാനകാലം ദജ്ജാലിൻ്റെ അനുയായികളായി യഹൂദികൾ വരുമ്പോൾ ഈസാ നബിയോടൊപ്പം അവരെ കൊല്ലുന്നതും മുസ്ലിങ്ങളായിരിക്കും. നോക്കുക, ജൂതന്മാർ എന്ന് പറയുന്ന ഒരു
സമുദായത്തിനെതിരെ അല്ലെങ്കിൽ ഒരു വംശത്തിനെതിരെ എത്ര ഭീകരമായ വിഷമാണ് ഈ വ്യാഖ്യാനങ്ങളിലൂടെ ഇവിടെ വിസർജിക്കുന്നത് നോക്കുക. ഇതിൽ ഹിറ്റ്ലറുടെ കാര്യം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മുസ്ലിയാർ കൂട്ടിച്ചേർത്തതാണ്. അതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ബൈബിൾ കഥയെ അടിസ്ഥാനപ്പെടുത്തി ഇബ്നു കസീറും മറ്റും വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. ഇനി തുടർന്ന് ഇദ്ദേഹം എഴുതുന്നത് നോക്കുക. ഇപ്പോൾ അമേരിക്കയുടെയും മറ്റും ദാക്ഷിണ്യം കൊണ്ട് പലസ്തീനിൽ തൽക്കാലം കാലുറപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ അറബികളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ തിരിയാണ്. മുസ്ലിങ്ങളുടെ കൈകളാൽ കൂട്ടക്കൊല ചെയ്യപ്പെടാനായി സർവശക്തനായ അള്ളാഹു അവരെ ഇന്ന് ഒരു കേന്ദ്രത്തിൽ, അതായത് ഇസ്രായേലിൽ സമ്മേളിപ്പിച്ചിരിക്കുകയാണ് എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ സയോണിസം അല്ല ഇസ്രായേലിൻ്റെ സൃഷ്ടിക്ക് കാരണമായത്. ഇവരെല്ലാവരും എളുപ്പത്തിൽ കൊല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇവരെ ഒരു ട്രാപ്പിൽ കുടുക്കി അവിടെ കൊണ്ടുവന്ന് കുരുക്കിയിട്ടതാണ് എന്നാണ് മുസ്ലിയാർ പറയുന്നത്. ഇവരെ എളുപ്പത്തിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഹിറ്റ്ലർ കൊന്നതിൻ്റെ ബാക്കിയുള്ളതിനെ കൊല്ലാൻ സൗകര്യത്തിന് വേണ്ടി അള്ളാഹു ആട്ടിത്തൊളിച്ച് ഇസ്രായേലിൽ കൊണ്ടുവന്നാക്കിയതാണ് എന്നാണ് ഈ മുസ്ലിയാർ ഒരു ഉളുപ്പുമില്ലാതെ ഈ മലയാളക്കരയിൽ ഇരുന്നു കൊണ്ട് പച്ച മലയാളത്തിൽ ഈ എഴുതി വച്ചിരിക്കുന്നത്. മുസ്ലിങ്ങൾ ജൂതന്മാരുമായി യുദ്ധം ചെയ്യുന്നതുവരെ ഖിയാമത്ത് നാൾ നിലനിൽക്കുകയില്ല എന്ന തിരുനബിയുടെ പ്രസ്താവം അതാണ് വ്യക്തമാക്കുന്നത്. തെളിവ് ഹദീസാണ് ഹാജരാക്കുന്നത്. ഇന്ന് ജൂതന്മാർ അടിമുടി ആയുധം അണിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ദിവസം പോലും അവർക്ക് നിർഭയരായി നിദ്ര കൊള്ളുവാൻ സാധിക്കുന്നില്ല. ഗറില്ല ഭടന്മാർ അവരെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹമാസ് അവർക്ക് നേരെ മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഏർപ്പാടാണ്. ഹമാസിനെയും തീവ്രവാദികളെന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മൊയ്ലിയാർ. ഐക്യരാഷ്ട്രസഭയുടെയും മറ്റ് രാജ്യാന്തരീയ ഉന്നത പീഠങ്ങളുടെയും കണ്ണിൽ നിസ്സാരരായി കഴിഞ്ഞിരിക്കുകയാണവർ. എന്നാൽ എത്ര വലിയ കുറ്റവാളികളാണെങ്കിലും അള്ളാഹുവിങ്കിലേക്ക് മടങ്ങിയാൽ അവൻ സ്വീകരിക്കും എന്ന സന്തോഷവാർത്തയും ആ വാക്യത്തിലുണ്ട്. തുടർന്ന് പറയുന്നു, അവരെ ഭൂമിയുടെ പല ഭാഗങ്ങളിലായി വ്യാപിപ്പിച്ചുവെന്നും അവരിൽ ചില നല്ല ആളുകളുണ്ടെന്നും അത്രേ. അവർ സത്യത്തിലേക്ക് മടങ്ങുവാനായി ചിലപ്പോൾ ക്ഷമാഭിവൃദ്ധികൾ കൊണ്ടും മറ്റു ചിലപ്പോൾ ക്ഷാമദുരിതാദികൾ കൊണ്ടും പരീക്ഷിച്ചുവെന്നും ഉണർത്തിയിരിക്കുന്നു. അപ്പോൾ ജൂതന്മാർക്കെതിരായിട്ടുള്ള വിദ്വേഷവും വെറുപ്പും അവരെ വംശനാശം വരുത്തണം എന്നുള്ള ചിന്തയും എവിടെ നിന്നാണ് മുസ്ലിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുന്നത് എന്നതിന് നമ്മൾ ഇനി തെളിവന്വേഷിച്ച് എവിടെയും പോകണ്ട. അത് സാക്ഷാൽ ഖുർആനിലും ഖുർആനിലെ വിശദീകരിച്ച ഹദീസുകളിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മതപണ്ഡിതന്മാർ തയ്യാറാക്കിയിട്ടുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും പച്ചക്ക് തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി അടുത്ത വാക്യത്തിൻ്റെ വ്യാഖ്യാനം കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നല്ലവരും അല്ലാത്തവരും ജൂതന്മാരിൽ ഉണ്ടായിരുന്ന കാലം കഴിഞ്ഞ ശേഷം അവരുടെ സ്ഥാനത്ത് തൗറാത്തിൻ്റെ അവകാശികളായി വന്നത് തീരെ ഗുണമില്ലാത്ത ജനങ്ങളായിരുന്നു എന്നാണ് സൂക്തം 169 പറയുന്നത്. ഈ 169 ഇങ്ങനെയാണ്: അങ്ങനെ അവർക്ക് ശേഷം വേദഗ്രന്ഥത്തിന് അവകാശികളായി മറ്റൊരു കൂട്ടർ വന്നു. അവർ ഈ അധോലോകത്തിലെ ജീവിത വിഭവങ്ങൾ വാങ്ങുകയും നമുക്ക് പൊറുക്കപ്പെടുമെന്ന് പറയുകയും ചെയ്യും. അതുപോലെയുള്ള വിഭവങ്ങൾ വേറെ കിട്ടുമ്പോൾ അതും അവർ വാങ്ങും. അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാതെ പറയരുതെന്ന് അവരിൽ വേദഗ്രന്ഥത്തിൽ കരാർ വാങ്ങുകയും അതിൽ ഉള്ളത് അവർ വായിക്കുകയും ചെയ്തിട്ടില്ലേ? സൂക്ഷിച്ചു ജീവിക്കുന്നവർക്ക് ഉത്തമം അന്ത്യവീടാണ്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ ഈ ജൂതന്മാരിൽ കുറേ പേര് അള്ളാഹുവിനെ ധിക്കരിച്ച് ഈ കോലത്തിലൊക്കെ ആയി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അതോ ഇനി ക്രിസ്ത്യാനികളെയാണോ ഉദ്ദേശിക്കുന്നത് എന്നും വ്യക്തമല്ല. ഇനി അതിൻ്റെ വ്യാഖ്യാനം ഞാൻ തുടർന്ന് വായിക്കാം. അവർ മതനിയമങ്ങൾ മാറ്റിമറിച്ച് ദുർവ്യാഖ്യാനം ചെയ്തു. ആര്? ക്രിസ്ത്യാനികളാണോ ജൂതന്മാരാണോ എന്ന് വ്യക്തമല്ല. ഭൗതിക നേട്ടം ആഗ്രഹിച്ചു. ഒരു തെറ്റ് ചെയ്ത ശേഷം അള്ളാഹു പൊറുക്കുമെന്ന് ആഗ്രഹിക്കും. വീണ്ടും അതേ തെറ്റ് ചെയ്യും. തെറ്റിൽ നിത്യമായിരിക്കുമ്പോൾ അള്ളാഹു പൊറുക്കുമെന്ന് വ്യാമോഹിക്കുന്നത് തൗറാത്തിൻ്റെ അധ്യാപനത്തിന് എതിരാണ്. അള്ളാഹുവിൻ്റെ മേൽ കള്ളം പറയലാണത്. ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഈ ഭൗതിക സുഖത്തേക്കാൾ ഉത്തമം സ്വർഗ്ഗലോകമാണെന്ന് ഉണർത്തിയിരിക്കുന്നു. പക്ഷേ അത് ചിന്തിക്കുവാൻ ഈ യഹൂദികൾക്ക് ബുദ്ധിയില്ലാതെ പോയിരിക്കുകയാണ്. തൗറാത്ത് മുറുകെ പിടിച്ച് ജീവിച്ചവർക്ക് തക്ക പ്രതിഫലം ലഭിക്കുമെന്ന കാര്യം അർത്ഥശങ്കക്കിടമില്ലാതെ ഖുർആൻ ഇവിടെ സ്പഷ്ടമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ കുറ്റപ്പെടുത്തുന്നത്, ജൂതന്മാരെ ഈ കുറ്റപ്പെടുത്തുന്നത് ഇവർക്കും ബാധകമാണ് എന്നതിന് നിരവധി തെളിവുകൾ ഹദീസുകളിലും ഖുർആനിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും.
ഇവിടെ പറയുന്നത് കുറ്റം ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അള്ളാഹു അതൊക്കെ പൊറുക്കുമെന്ന് വിശ്വസിക്കുന്നത് ഭയങ്കര തെറ്റാണെന്നും അത് തൗറാത്തിനും അള്ളാഹു പഠിപ്പിച്ചതിനൊക്കെ എതിരാണെന്നാണ്. ഇത് തന്നെയല്ല ഇസ്ലാമും പഠിപ്പിക്കുന്നത്. ഇസ്ലാം ഇത് പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഒരു ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജ് ചെയ്യുന്നത് വരെ അയാൾ ചെയ്ത സകല പാപങ്ങളും ക്ലീൻ സ്ലേറ്റ് ആവുന്നത് പോലെ പാപങ്ങളും കഴുകപ്പെടും എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. ചില്ലറ ഹദീസല്ല, സഹീഹായ നിരവധി ഹദീസുകളുണ്ട്. ഒരു ഉംറ ചെയ്താൽ തൊട്ട് മുമ്പ് ഉംറ ചെയ്തത് മുതൽ ഈ ഉംറ വരെ ചെയ്ത സകല പാപങ്ങളും പൊറുക്കും എന്ന് പറയുന്ന ഹദീസുകളുണ്ട്. അതനുസരിച്ചല്ലേ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കോഴിക്കോട്ടെ നിസ്കാരത്താഴ്മ്പുള്ള ആജിയർ 40 വട്ടം ഹജ്ജ് ചെയ്ത ആജിയർ യത്തീംഖാനയിൽ നിന്ന് 3 കോടി കട്ട കേസൊക്കെ ഞാൻ ഇവിടെ വിശദീകരിച്ചതാണല്ലോ. എന്തുകൊണ്ടാണ് കക്കുന്നത്? കട്ടിട്ട് പിന്നെയും ഹജ്ജിന് പോവുകയാണ്. ഇവിടെ എന്ത് പാപം ചെയ്താലും ഓരോ ഹജ്ജ് ചെയ്താൽ പൊറുക്കുമെന്ന് പഠിപ്പിച്ച ഈ മതം കക്ഷത്ത് വെച്ചുകൊണ്ട്, ഈ ഹദീസും ഈ കിതാബും കക്ഷത്ത് വെച്ചുകൊണ്ട് ജൂതന്മാരങ്ങനെ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മുട്ടും കൈയില്ലാത്തവൻ, ചെറിയഹരലില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെയല്ലത്. അപ്പോൾ സ്വന്തം വിശ്വാസത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്നെങ്കിലും പരിശോധിച്ചിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ വിശ്വാസത്തെ പരിഹസിക്കാൻ? അത് അള്ളാഹു ഇറക്കിയ വെളിപാടായാലും ശരി, മുഹമ്മദ് നബി ഇറക്കിയ ഹദീസായാലും ശരി, അത് രണ്ടും വെച്ചിട്ട് വ്യാഖ്യാനിച്ച് ഈ മാതിരി മണ്ടത്തരങ്ങൾ എഴുതി വയ്ക്കുന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങളായാലും ശരി, ഇതൊക്കെ എഴുതി പിടിപ്പിക്കുന്നവർ സ്വന്തം വിശ്വാസത്തെ അതേ കണ്ണുകൊണ്ട് എന്തുകൊണ്ട് നോക്കിക്കാണുന്നില്ല? പാപം പൊറുക്കുമെന്നത് ജൂതന്മാരുടെ തൗറാത്തിലുള്ള കാര്യമല്ല, ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യമാണ്. അള്ളാഹു ഇവിടെ ചെയ്യുന്ന പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിസ്കരിക്കാനും ഹജ്ജ് ചെയ്യാനും പുണ്യം ചെയ്യാനും പിന്നെ ബലി അറുക്കാനും ദാനം ചെയ്യാനും ഒക്കെ പറഞ്ഞത്. ആ കൂട്ടത്തിലാണ് അടിമകളെ മോചിപ്പിക്കാനും ഒക്കെ പറഞ്ഞത്. ഇതൊക്കെ പാപം പൊറുക്കാനുള്ള പരിപാടികളായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പാപം പൊറുക്കുമെന്ന വിശ്വാസം മറ്റുള്ളവരുടെ വിശ്വാസമാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ എന്താണ് ഈ മതം പൊക്കിപ്പിടിക്കുന്നവർക്ക് അവകാശമുള്ളത്? ഇസ്രായേല്യരുടെ ദുസ്വഭാവത്തിൻ്റെ ഒരു ഉദാഹരണം വിവരിച്ചുകൊണ്ട് അവരുടെ ചരിത്രം അവസാനിപ്പിക്കുകയാണ്. ഇത് ഈ 171 വാക്യത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇനി പറയുന്നത്. അവർക്ക് മുകളിൽ ഒരു കുട പോലെ നാം പർവ്വതത്തെ ഉയർത്തുകയും അത് തങ്ങളുടെ മേൽ വീഴുക തന്നെ ചെയ്യുമെന്നവർ വിചാരിക്കുകയും ചെയ്ത സന്ദർഭം നിങ്ങൾക്ക് നാം നൽകിയത് ബലമായി പിടിക്കുകയും അതിലുള്ളത് ഓർക്കുകയും ചെയ്യുക, നിങ്ങൾ മുത്തക്കികളാവേണ്ടതിന്. അപ്പോൾ ഒരു മല ആകാശത്ത് പൊന്തിച്ചു വെച്ചു എന്ന കൊട പോലെ എന്ന ഈ ഉപമ തന്നെ തെറ്റാണ്. കൊട സാധാരണ മനുഷ്യർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു സാധനമാണ്. ചൂടിൽ നിന്നും മഴയിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പിടിക്കുന്ന സാധനമാണ് കൊട. എന്നാൽ ഇവിടെ ഗുണ്ടായുസം കാണിച്ചതാണ് അല്ലാഹു. എന്താണ്? തൂർമല എന്ന് പറയുന്ന ഈജിപ്തിൽ അവിടെ സീനാ മരുഭൂമിയിലുള്ള ഒരു മല അള്ളാഹു ഇങ്ങോട്ട് അവിടെ നിന്ന് പറിച്ചിട്ട് ഈ ഇസ്രായേല്യരുടെ തലക്ക് മേലെ പൊന്തിച്ച് വെച്ചിട്ട് അവരെടുത്ത് ഗുണ്ടായുസം ഇറക്കിയിട്ട് അവരെ കൊണ്ട് കരാറൊപ്പിടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതും ബൈബിൾ കഥയുടെ വേറെ ഒരു ആഖ്യാനമാണ്. എന്തിനാണ്? മൂസാ നബി തൗറാത്തിന് പോയ സമയത്ത് പശുക്കുട്ടീനെ ഉണ്ടാക്കി ആരാധിക്കുകയും മൂസാ നബി തൗറാത്തും കൊണ്ടുവരുമ്പോൾ അതല്ലെങ്കിൽ പലകയും കൊണ്ടുവരുമ്പോൾ അത് കണ്ട് ദേഷ്യപ്പെട്ട് പലക വലിച്ചെറിയുകയും ഒക്കെ ചെയ്ത സമയത്ത് പിന്നെ മൂസാ നബി രണ്ടാമത് പോയിട്ട് പലക വീണ്ടും കൊണ്ടുവന്നു. രണ്ടാമത് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം വായിച്ച് കേൾപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇത് വായിച്ച് കേൾപ്പിക്കാതെ ഇത് വിശ്വസിക്കാനും ഇതനുസരിച്ച് ജീവിക്കാനും ആജ്ഞാപിച്ചപ്പോൾ ഇസ്രായേലിയർ ചില ധിക്കാരങ്ങളൊക്കെ കാണിച്ചു. അവരാദ്യം അത് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു, പിന്നെ അവർ വായിച്ച് കേൾപ്പിച്ചിട്ടും അവരതുകൊണ്ട് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തണം. അങ്ങനെ ചെയ്തപ്പോൾ അവരെ അവസാനത്തെ കൈ എന്ന നിലക്ക് ഗുണ്ടായുസം പ്രയോഗിച്ച് അവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അവരെ വിശ്വസിപ്പിച്ചു എന്ന കഥയാണ് ഇവിടെ ഖുർആനിൽ പറയുന്നത്. ഇനി ഞാൻ വായിക്കാം. ഇസ്രായേല്യരുടെ ദുസ്വഭാവത്തിൻ്റെ ഒരു ഉദാഹരണം വിവരിച്ചുകൊണ്ട് അവരുടെ ചരിത്രം അവസാനിപ്പിക്കുകയാണ്. അതായത് മൂസ തൗറാത്ത് വാങ്ങാൻ പോയ അവസരത്തിലായിരുന്നല്ലോ ജനങ്ങൾ പശുക്കുട്ടിയെ ആരാധിച്ചത്. ഇതിനാൽ മൂസാ നബി വളരെ കോപിഷ്ഠനായി. അനന്തരം അദ്ദേഹം തൗറാത്തുമായി വന്ന് അത് സ്വീകരിക്കണമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവരുടെ മറുപടി, ആദ്യം അതൊന്ന് വായിച്ചു കേൾപ്പിക്കൂ, അത് പ്രയാസമുള്ളതോ അല്ലേ എന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ എന്നായിരുന്നു. മൂസാ നബി ആവർത്തിച്ച് ഉപദേശിച്ചു നോക്കി. അപ്പോഴെല്ലാം അവരുടെ മറുപടി ഉള്ളടക്കമറിയാതെ സ്വീകരിക്കാൻ വയ്യ എന്നായിരുന്നു. ഇത് ന്യായമല്ലേ? ഒരാളെന്തെങ്കിലും എഴുതി കൊണ്ടുവന്നാൽ അത് വിശ്വസിക്കണമെങ്കിൽ അതന്ന് ആദ്യം വായിച്ച് കേൾക്കണം എന്നുള്ള. ഏത് കരാർ ആരൊപ്പിടുകയാണെങ്കിൽ ഈ കരാർ എന്താണെന്ന് വായിച്ചിട്ടല്ലേ മനുഷ്യന്മാർ ബുദ്ധിയുള്ളവർ ഒപ്പിടുക. അപ്പോൾ അവിടെ ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു അവരത് വായിച്ച് കേൾപ്പിക്കണം എന്ന് പറഞ്ഞെങ്കിൽ വളരെ ന്യായമാണ്. അത് ധിക്കാരമായിട്ട് കണക്കാക്കിയിട്ട്
ആണ് ചെയ്യുന്നത് അള്ളാഹു. എന്താണ്? അപ്പോൾ അള്ളാഹു പർവ്വതത്തെ പറിച്ചെടുത്ത് ഒരു കുട പോലെ അവരുടെ തലക്ക് മുകളിൽ നിർത്തിക്കൊണ്ട് തൗറാത്ത് സ്വീകരിക്കുന്നോ ഇല്ലെങ്കിൽ ഈ മല നിങ്ങളുടെ തലക്ക് മുകളിൽ ഇട്ട് കളയും എന്ന് പറഞ്ഞു. അപ്പം എന്തൊരു ഗുണ്ടായിസാണ് പ്രയോഗിച്ചത് നോക്കൂ. ഒരു പടച്ചോന് തൻ്റെ സൃഷ്ടികളായ ഈ പാവം ഈ പുഴുക്കളെ അയാളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അയാളാണ് അവരുണ്ടാക്കിയത് എന്നും അയാൾക്ക് ആരാധന വേണമെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അയാൾ കൊടുത്തയച്ച കിതാബും അതിൽ പറഞ്ഞ കാര്യങ്ങളും അവിടെ കാണിച്ച ദൃഷ്ടാന്തവും ഒന്നും പോരാതെ വരുന്നു എന്നും, എന്നിട്ട് പിന്നെ ഗുണ്ടായിസം പ്രയോഗിച്ചിട്ട് മല തലൻ്റെ മേലെ പൊന്തിച്ച് നിർത്തിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് വിശ്വസിച്ചു എന്നൊക്കെ ഈ കഥ പറയുന്നവർ യഥാർത്ഥത്തിൽ ദൈവം എന്ന ഒരു കഥാപാത്രത്തെ പരിഹസിക്കുകയല്ല. അത് ബൈബിളായാലും ശരി, ഖുറാനായാലും ശരി. ഉടനെ അവർ നെറ്റിയുടെ ഇടഭാഗം ഭൂമിയിൽ വെച്ചുകൊണ്ട് വലത്തെ കണ്ണുകൊണ്ട് മേൽപോട്ട് നോക്കി. അങ്ങനെ ഗുണ്ടായിസം കാണിച്ചപ്പോൾ അവർ സുജൂദ് ചെയ്തു. ഇന്നും യഹൂദികളുടെ സുജൂദ് അതേ രൂപത്തിലാണ്. എങ്ങനെ? വലത്തെ കണ്ണുകൊണ്ട് മേലോട്ട് നോക്കി ഇടത്തെ ഭാഗം ഭൂമിയിൽ വെച്ചിട്ടാണ് യഹൂദർ സുജൂദ് ചെയ്യുന്നത്. അങ്ങനെ അവർ തൗറാത്ത് സ്വീകരിച്ചു. ഇതാണ് കഥ. എന്നാൽ ഈ സംഭവവും മൂസാ നബി അള്ളാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മല പൊട്ടിപ്പിളർന്നതും അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കണ്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് 70 ആളുകൾ പറഞ്ഞപ്പോൾ പർവ്വതം പ്രകമ്പനം കൊണ്ടതുമെല്ലാം ഒന്നാണ് എന്ന് CN അഹമ്മദ് മൗലവി എഴുതിയത് ഖുർആൻ്റെ വിവരണ രീതിക്കും തഫ്സീറിൻ്റെ ഇമാമുകൾ പറഞ്ഞതിനും വിരുദ്ധമാണ്. നിർബന്ധിച്ച് മതം സ്വീകരിപ്പാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് മൗലവി പറഞ്ഞത് ഇവിടെ പ്രസക്തമല്ല. അപ്പോൾ ഇങ്ങനെ ഗുണ്ടായിസം കാണിച്ച് നിർബന്ധിച്ച് ഒരു പടച്ചോൻ തന്നെ വിശ്വസിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നിയ അരയുക്തിവാദിയായ CN അഹമ്മദ് മൗലവി ഇതിനൊക്കെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചപ്പോൾ അയാളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ മൗലിയാർ എഴുതിയതാണ് ഇപ്പോൾ ഈ വായിച്ചത്. രോഗശമനത്തിനാണ് മരുന്ന് കഴിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാൻ പ്രായമായിട്ടില്ലാത്ത രോഗിയായ ഒരു കുട്ടി കയ്പുള്ള ഔഷധം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതിനെ ഭയപ്പെടുത്തിയും നിർബന്ധിച്ചും മരുന്ന് കഴിപ്പിക്കുന്നത് അന്യായമാണെന്നോ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നോ CN അല്ലാതെ മറ്റാരും പറയുന്നില്ല. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് CNനെ കുറ്റപ്പെടുത്തിയിട്ട് ഇതിനെ ന്യായീകരിക്കുകയാണ്. ഇനി ഇതിനേക്കാളും വലിയ കോമഡി ന്യായീകരണം വേറെ വരുന്നുണ്ട്. മനുഷ്യൻ പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടില്ലാത്ത ഒരു കാലത്ത് ഇസ്രായേല്യരെ പോലുള്ള ദുശാഠ്യക്കാരും ധിക്കാരികളുമായ ഒരു ജനതയുടെ നേരെ അള്ളാഹു കൈക്കൊണ്ട ഒരു നടപടിയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ധിക്കാരമാണ്. മനുഷ്യരിപ്പോൾ ഇന്നും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായം പക്വതയൊക്കെ ആയിട്ടും ഇന്നും ഈ ഗുണ്ടായിസം വിട്ടിട്ടില്ലല്ലോ. ഇവർക്കിപ്പോഴും ജനാധിപത്യമോ അല്ലെങ്കിൽ സംവാദമൊന്നും ഒരു സംസ്കാരമായിട്ട് വന്നിട്ടില്ലല്ലോ. ലോകത്തെല്ലായിടത്തും ഇപ്പോഴും ഇവർ ഗുണ്ടായിസമാണ് പ്രയോഗിക്കുന്നത്. താലിബാൻ്റെ നേതാവ് പെൺകുട്ടികൾ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കിന് ISIS വന്നിട്ട് താലിബാൻ നേതാവിനെ വെടിവെച്ച് കൊന്നു. അപ്പോൾ അവിടെ ഈ പെൺകുട്ടികൾ പഠിക്കണോ പഠിക്കണ്ടേ പുറത്തിറങ്ങണോ വേണ്ടേ എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്ന് താലിബാനും ISISും കൂടെ ഒരു തീരുമാനം എടുക്കുന്നില്ല. കാരണം ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം അങ്ങനെ ഒരു സംസ്കാരം പഠിപ്പിച്ചില്ല. ഇസ്ലാം പഠിപ്പിച്ചത് ഈ ഗുണ്ടായിസം തന്നെയാണ്. അള്ളാഹു തന്നെ എങ്ങനെ ഗുണ്ടായിസം പ്രയോഗിച്ചാണ് തൻ്റെ സൃഷ്ടികളെ വിശ്വസിപ്പിക്കുന്നത് എങ്കിൽ പിന്നെ പ്രവാചകന്മാരും അതിനല്ലേ ചെയ്യുക. അതിനല്ലേ മുഹമ്മദ് ചെയ്തത്. അതിൻ്റെല്ലേ മുസ്ലിങ്ങൾ ലോകമെമ്പാടും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടായിസത്തിലൂടെ ഈ മതത്തെ നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. ഈ മതത്തിൽ അതൊന്ന് വായിച്ച് കേൾക്കട്ടെ, അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി തരൂ, അതല്ലെങ്കിൽ അതെന്താണ് എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ധിക്കാരികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾക്ക് നേരെ ഗുണ്ടായിസവുമായിട്ട് വരുന്നത് ഈ ഒരു സിദ്ധാന്തം ഇങ്ങനെ ആയതുകൊണ്ടാണ്. അടുത്ത വാക്യം: താങ്കളുടെ രക്ഷിതാവ് ആദമിൻ്റെ മക്കളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് തങ്ങളുടെ സന്താന പരമ്പരകളെ പുറത്തെടുക്കുകയും അവരുടെ മേൽ സ്വന്തത്തെ തന്നെ സാക്ഷികളാക്കുകയും ചെയ്ത സന്ദർഭം. എന്നിട്ട് ഞാനല്ലേ നിങ്ങളുടെ രക്ഷിതാവ് എന്ന് അവൻ അവരോട് ചോദിച്ചു. അതേ, നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളിതാ സാക്ഷി നിന്നിരിക്കുന്നു എന്നവർ ഉത്തരം നൽകി. ഇത് ഞങ്ങൾ അറിഞ്ഞിരുന്നേയില്ല എന്ന് അന്ത്യനാളിൽ നിങ്ങൾ പറയാതിരിക്കാനാണത്. ഇനി അതിൻ്റെ വിശദീകരണം. ഇസ്രായേല്യരിൽ നിന്ന് കരാർ വാങ്ങിയെന്ന് പ്രസ്താവിച്ച ശേഷം മനുഷ്യവർഗത്തിൽ നിന്ന് ആകമാനം വാങ്ങിയ ഒരു കരാറിനെക്കുറിച്ച് ഉണർത്തിയിരിക്കുകയാണ്. ആദം നബിയുടെ സന്താനങ്ങളുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താന പരമ്പരയെ അള്ളാഹു പുറത്തെടുത്തു. സന്താനങ്ങളെ പുറത്തെടുത്തു എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ആദം നബിയുടെ സ്വസന്താനങ്ങളെ അദ്ദേഹത്തിൻ്റെ മുതുവിൽ നിന്ന് പുറത്തെടുക്കൽ അനിവാര്യമായി തീരുന്നതാണ്. ആദം നബിയുടെ ആയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയെ പുറത്തെടുത്തുവെന്ന് നബിയുടെ പല ഹദീസുകളിലും വന്നിട്ടുണ്ട്. അവയിൽ ചിലത് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചതാണ്. അന്നു തന്നെ വാഗ്രൂപേണ ചോദ്യോത്തരവും സാക്ഷി നിൽക്കലും ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നതിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ഉണ്ടായിട്ടുണ്ട് എന്നാണ് വ്യാഖ്യാതാക്കളിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ അഭിപ്രായം.
ഈ വിഷയത്തിൽ കുറേ ഹദീസുകൾ ഉദ്ധരിച്ച ശേഷം ഹാഫിദ് ഇബ്നു കസീർ ഇങ്ങനെ പറയുന്നു: ആദം നബിയുടെ മുതുകിൽ നിന്ന് തൻ്റെ സന്താനങ്ങളെ പുറത്തെടുത്തുവെന്നും അവരെ സ്വർഗവാസികളും നരകവാസികളുമായി തരംതിരിച്ചുവെന്നുമാണ് ഈ ഹദീസുകളിലെല്ലാം തെളിയുന്നത്. എന്നാൽ താൻ അവരുടെ റബ്ബാണെന്ന് അവിടെ വെച്ച് അവരെ സാക്ഷി നിർത്തി എന്നത് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാ ഇബ്നു അംർ എന്നിവരുടെ വാക്കുകളാണ്, നബിയുടെ ഹദീസല്ല എന്ന് നാം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ആകയാൽ സഹാബികൾ, താബികൾ തുടങ്ങി ധാരാളം ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം മേൽപ്പറഞ്ഞതാണ്. എന്നാൽ ആദം നബിയുടെ മുതുകിൽ നിന്ന് സന്താനങ്ങളെ പുറത്തെടുക്കലോ വാക്രൂപത്തിൽ സാക്ഷി നിർത്തലോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മറ്റൊരു അഭിപ്രായം. അള്ളാഹുവിൻ്റെ തൗഹീദിന് തെളിവായിക്കൊണ്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്നും മനുഷ്യപ്രകൃതി അതിൻ്റെ തെളിവാണെന്നുമാണ് ആ പക്ഷക്കാർ വിവരിക്കുന്നത്. ഉപമാരൂപത്തിൽ അത് ചൂണ്ടിക്കാട്ടിയതാണ് ആ വാക്യം. ഈ അഭിപ്രായം മുഅ്തസിലികൾക്കും മറ്റു ചിലർക്കും ഉള്ളതാണ്. ഒന്നാമത്തെ അഭിപ്രായം ഹദീസുകളുടെ വെളിച്ചത്തിൽ ഖുർആനെ നേർക്കുനേരെ മനസ്സിലാക്കുന്നതാണ് എന്ന് നാം മുകളിൽ പ്രസ്താവിച്ചു. രണ്ടാമത്തെ അഭിപ്രായം ബുദ്ധിയെ മാത്രം ആധാരമാക്കി രൂപീകരിച്ചതാകുന്നു. അവർ ഉന്നയിച്ച എല്ലാ ന്യായവാദങ്ങളെയും ഇമാം നൈസാബൂരി ഗറായിബുൽ ഖുർആനിൽ ഖണ്ഡിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഒന്നാം അഭിപ്രായത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ രണ്ടാം അഭിപ്രായം സാധുവാകുന്നതാണ്. അതായത് ആദം നബിയുടെ മുതുകിൽ നിന്ന് സന്താനങ്ങളെയും അവരുടെ മുതുകിൽ നിന്ന് അവരുടെ സന്താന പരമ്പരകളെയും പുറത്തെടുത്തെന്നും അവരെ വാക്കുമൂലം സാക്ഷി നിർത്തിയെന്നും അതോടൊപ്പം തന്നെ അവരുടെ പ്രകൃതിയെ അള്ളാഹുവിൻ്റെ തൗഹീദിനെ വിളിച്ചോതുന്ന നിലയിലാക്കിയെന്നും വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് ഇമാം നൈസാബൂരി ചൂണ്ടിക്കാട്ടിയതാണ്. ഈ രണ്ട് അഭിപ്രായങ്ങളും ഇമാം റാസി, ഇബ്നു കസീർ എന്നിവർ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ സി.എൻ. അഹ്മദ് മൗലവി ഒന്നാം അഭിപ്രായത്തെ ആക്ഷേപിക്കുകയും രണ്ടാം അഭിപ്രായത്തെ ബലപ്പെടുത്തുകയും അത് റാസിയുടെയും ഇബ്നു കസീറിൻ്റെയും അഭിപ്രായങ്ങളായി തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് തൻ്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ കൈക്കൊണ്ട ദുർവ്യാഖ്യാന നയങ്ങളോട് യോജിച്ചതു തന്നെ. അവിടെയും യുക്തിക്ക് നിരക്കാത്ത കാര്യം തള്ളിക്കളഞ്ഞു സി.എൻ. അഹ്മദ് മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു ആദം നബിയുടെ മുതുകിൽ ഇങ്ങനെ ഒഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഈ മുതുകിൽ നിന്നാണ് സന്താനങ്ങൾ വരുന്നത് എന്നത് ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഹദീസിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം മനുഷ്യൻ്റെ മുതുകിലാണ് ബീജം ഉണ്ടാവുന്നത് എന്നാണ് മുഹമ്മദ് നബി എന്ന വിവരദോഷി ധരിച്ചു വെച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വെളിപാട് പുസ്തകത്തിലും ആ വിവരക്കേടാണ് എഴുതി വെച്ചിട്ടുള്ളത്. മുതുകിൽ നിന്ന് തെറിച്ച് വരുന്ന വെള്ളം കൊണ്ട് ഉണ്ടാക്കി എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഈ മുതുകിൽ നിന്ന് വരുന്നു എന്ന് പറയാൻ കാരണം അന്നത്തെ ഒരു അന്ധവിശ്വാസമാണ്. മനുഷ്യൻ്റെ ബീജം ഉണ്ടാവുന്നതും വരുന്നതും മുതുകിൽ നിന്നാണ് എന്ന്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആദമിൻ്റെ മുതുകിൽ നിന്ന് അള്ളാഹു ഇങ്ങനെ ഒഴിഞ്ഞിട്ട് സന്താനങ്ങളെ മുഴുവൻ പുറപ്പെടുവിച്ചു. അങ്ങനെ ആ പരമ്പരയെ മുഴുവൻ, അതായത് ലോകത്ത് ആദം മുതൽ ലോകാവസാനം വരെ ജനിച്ച് ജീവിച്ച മുഴുവൻ മനുഷ്യന്മാരെയും ഒരുമിച്ച് അവിടെ അങ്ങോട്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹു ഞാനല്ലേ ഞങ്ങളെ രക്ഷിതാവ് എന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ തന്നെയാണ് രക്ഷിതാവ് എന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. അങ്ങനെ കരാറുറപ്പിച്ചു. നിങ്ങൾ ഇന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കരാറുറപ്പിച്ചു എന്നാണ് ഈ കഥ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ വിശദീകരണവും അതിൽ തമ്മിലുള്ള പണ്ഡിതന്മാർക്കിടയിലുള്ള തർക്കവുമാണ് ഇപ്പോൾ നമ്മൾ ഈ വിശദീകരിച്ചത്. ഇനി 173. അല്ലെങ്കിൽ നിശ്ചയമായും ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ബഹുദൈവ വിശ്വാസികളായി ഞങ്ങൾ അവർക്ക് ശേഷം വന്ന സന്താനങ്ങളായിരുന്നു. അതിനാൽ ആ അസത്യവാന്മാർ ചെയ്ത തെറ്റിനു നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന് നിങ്ങൾ ചോദിക്കാതിരിക്കേണ്ടതിനാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ പൂർവികർ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും അങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യായം പറയാൻ ശ്രമിച്ചാൽ, അങ്ങനെയല്ല നിങ്ങളും ഞാനായിട്ട് പണ്ടേ കരാറുണ്ടായിരുന്നു എന്ന് അള്ളാഹുവിന് ന്യായം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ്. ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ ഇക്കാലത്ത് പറയുന്ന ഒരു വാദം കൂടെ പൊളിയുന്നുണ്ട്. എന്താ അവർ പറയുന്നത്? അള്ളാഹുവിൻ്റെ താക്കീതുകാർ വന്നിട്ട് ഈ സന്ദേശം എത്തിച്ചിട്ടില്ലാത്ത ജനങ്ങൾ നരകത്തിൽ പോകുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, ആൻഡമാനിലെ ആദിവാസികളും ആമസോണിലെ കാട്ടിലെ ആദിവാസികളും ഒക്കെ അവരുടെ ഗോത്ര ദൈവങ്ങളെ ആരാധിച്ച് ജീവിച്ചു പോകുന്നത് അവർക്ക് ഈ മെസ്സേജൊന്നും കിട്ടാത്തതുകൊണ്ടും അവരുടെ അടുത്തേക്ക് റസൂലൊന്നും വരാത്തതുകൊണ്ടുമാണ്. അപ്പോൾ അവരെ നരകത്തിലിടുന്നത് ന്യായമാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, ഇന്നത്തെ ക്ലബ് ഹൗസിലൊക്കെ വന്ന് തള്ളുന്ന ഇസ്ലാമിസ്റ്റുകൾ പറയുന്നൊരു ന്യായം അവരൊന്നും നരകത്തിലിടൂലാന്നാണ്. അള്ളാഹിൻ്റെ സന്ദേശം ശരിക്ക് കിട്ടി, അതൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെയും വിശ്വസിക്കാത്തവരെ മാത്രമേ നരകത്തിലിടുള്ളൂ എന്നാണ് ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ന്യായം പറയാതിരിക്കാനാണ് അള്ളാഹു മുൻകൂട്ടി ഇങ്ങനെ ഒരു കരാർ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് ആദമിൻ്റെ സന്തതികളെ ഉൽപ്പാദിപ്പിച്ച് കരാറുണ്ടാക്കിയപ്പോൾ അവിടെ ഈ ആൻഡമാനിലെ ആദിവാസികളും മറ്റേ ആമസോണിലെ ആദിവാസികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ കരാർ ഒപ്പിട്ടിട്ടുണ്ട്.
അതുകൊണ്ട് അവരടുത്ത് റസൂല് വന്നോ വന്നില്ലേ എന്നുള്ളതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല നാളെ അള്ളാഹു ഇവരെ പിടിച്ച് നരകത്തിലിടാൻ പോകുന്നത്. കാരണം അവരടുത്ത് സന്ദേശം എത്തിയാലും എത്തിയില്ലെങ്കിലും അവരിത് മുൻകൂട്ടി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് ഈ കഥയിലൂടെ പഠിപ്പിക്കുന്നത്. അപ്രകാരം ലക്ഷ്യങ്ങളെ നാം വിശദീകരിക്കുന്നത് അവർ മടങ്ങുവാൻ വേണ്ടിയാകുന്നു. ഇനി അതിൻ്റെ വ്യാഖ്യാനം: എന്നാൽ അള്ളാഹുവായി ചെയ്ത ഈ കരാർ അല്പസമയം കൊണ്ട് കഴിഞ്ഞതിനാലും പിന്നീട് കാലം ദീർഘിച്ചതിനാലും മനുഷ്യർ മറന്നുപോയി. തന്മൂലം അത് ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് പ്രവാചകന്മാർ നിയുക്തരായത്. അതിനാൽ ഞങ്ങൾ ഈ തൗഹീദിനെ പറ്റി അറിയുന്നവരായിരുന്നില്ല എന്നോ ഞങ്ങളുടെ പൂർവികന്മാർ നടന്നു വന്ന ശിർക്ക് നടപടി മക്കളായ ഞങ്ങളും അനുകരിച്ചു വന്നതാണ്, അതിനാൽ കുറ്റക്കാർ അവരാണ്, ഞങ്ങളെ നീ ശിക്ഷിക്കരുത് എന്നോ ഒന്നും പറയാൻ ന്യായമില്ലാതിരിക്കേണ്ടതിനാണ് മേൽപ്പറഞ്ഞ പ്രകാരം കരാർ വാങ്ങിയത്. ഇതെല്ലാം വിവരിച്ചു തരുന്നത് ദുർമാർഗം വിട്ട് സന്മാർഗത്തിലേക്ക് മടങ്ങുവാനാണ്. അപ്പോൾ എല്ലാവരും ഇത് മറന്നു പോയിക്കണം പോലെ. അങ്ങനെ മറക്കണ്ട, അങ്ങനെ മറന്നു പോകുന്ന ഒരു കരാർ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അത് മറന്നു പോകാതെ നിലനിർത്തേണ്ടത് അള്ളാഹു ചെയ്യേണ്ട ബാധ്യതയില്ലായിരുന്നോ? എന്നിട്ട് അത് ഓർമ്മിപ്പിക്കാൻ ഈ മാതിരിയുള്ള കള്ളപ്രവാചകന്മാർ വരുന്ന് പറയേണ്ടി വരിക. ഈ കള്ളപ്രവാചകന്മാർ കള്ളന്മാരാണോ ഒറിജിനലാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടണ്ടേ? അത് ബോധ്യപ്പെടാത്തതിനാണല്ലോ മക്കക്കാർ മുഹമ്മദിനെ ചോദ്യം ചെയ്തത്, മക്കക്കാർ മുഹമ്മദിനെ നിഷേധിച്ചത്. അത് ബോധ്യപ്പെടാത്തതുകൊണ്ടാണ്. അല്ലാതെ അള്ളാഹുവായിട്ടുള്ള കരാറുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. അള്ളാഹുവായിട്ട് കരാറുണ്ട് എന്ന് മുഹമ്മദ് വന്ന് പറയണമെങ്കിൽ ആദ്യം മുഹമ്മദ് അള്ളാഹു പറഞ്ഞയച്ച ആളാണെന്ന് അവർക്ക് ബോധ്യപ്പെടണ്ടേ? അത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ, നമുക്കും ബോധ്യപ്പെടുന്നില്ല. അതാണ് ഇവിടെ അടിസ്ഥാന പ്രശ്നം. ഇനി ഇബ്നു കസീർ ഇതിനകത്ത് വേറൊരു കോമഡി കഥ പറയുന്നുണ്ട്. ആ കഥ അതിനേക്കാളും വലിയ രസമാണ്. ഇവിടെ മറന്നു പോകാനുള്ള കാരണമാണ് ഇബ്നു കസീർ വിശദീകരിക്കുന്നത്. നമ്മളെല്ലാവരും മറന്നു പോകാൻ കാരണം ആദം നബി തന്നെ മറന്നുപോയി എന്നുള്ളതാണ്. ആദം നബി പറഞ്ഞ് കുറഞ്ഞ കാലം കൊണ്ടാണ്. എങ്ങനെയാണ് അതിൻ്റെ ആ കഥ ഞാൻ പറയാം. ആദം നബി ഇങ്ങനെ എല്ലാവരെയും മീറ്റിംഗ് വിളിച്ച് കൂട്ടിയ സമയത്ത്, അതായത് ആദം നബീൻ്റെ മുതുക് ഇങ്ങനെ അള്ളാഹ് ഒഴിഞ്ഞിട്ട് മുതുകിൽ നിന്ന് ലോകത്ത് വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യന്മാരെ ഇങ്ങനെ നിരത്തി നിർത്തിയപ്പോൾ ആദം നബി ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ നല്ല ചുറുക്കുള്ള ആളായിട്ട്, ഒരാളിങ്ങനെ തിളങ്ങണതായിട്ട് കണ്ടു. അപ്പോൾ ആദം നബി അള്ളാഹിനോട് ചോദിച്ചു, അതാരാണ് ചോദിച്ചു. അപ്പോൾ അത് ദാവൂദ് നബിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദം നബി ചോദിച്ചു, ദാവൂദ് അയാൾ എത്ര കാലം ജീവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 60 കൊല്ലം ജീവിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ ആദം നബി അള്ളാഹിനോട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്തു, ഒരു 40 കൊല്ലം എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ട് മൂപ്പർക്ക് കൊടുത്തേക്ക്. എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ ആയുസ്സിൽ നിന്ന് 40 കൊല്ലം കുറച്ചിട്ട് ആ 40 കൊല്ലം കൂടെ മൂപ്പർക്ക് കൊടുത്തേക്ക്. അങ്ങനെ മൂപ്പര വയസ്സ് 100 ആക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹ് അത് സമ്മതിച്ചു. അങ്ങനെ ഒരു കരാറും അള്ളി ആദം നബിയും തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ ആദം നബി മരിക്കാൻ നേരത്ത് ആദം നബീൻ്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ അസ്രായീൽ മലക്ക് വന്നപ്പോൾ അസ്രായീലായിട്ട് ആദം നബി തർക്കിക്കുകയാണ്. എനിക്ക് അനുവദിച്ച ആയുസ് ആയിട്ടില്ലല്ലോ, ഇന്നെന്തിനാ കൊണ്ടുപോകണം, ഇപ്പോൾ എനിക്ക് 40 കൊല്ലം കൂടെ ജീവിക്കാണ്ടല്ലോ എൻ്റെ കണക്കനുസരിച്ച്. ഇതൊക്കെ മൂപ്പർക്ക് അറിയായിരുന്നു. അപ്പോൾ അസ്രായീൽ പറയാണ്, ഇങ്ങനെ ഒരു കരാറ് നിങ്ങൾ തമ്മിലുണ്ടായിരുന്നല്ലോ. എങ്ങനെ? അള്ളാഹ് 40 കൊല്ലത്തെ ആയുസ് നിങ്ങൾ ദാവൂദിന് കൊടുക്കാമെന്ന് നിങ്ങൾ അള്ളാഹിനായിട്ട് വാക്ക് പറഞ്ഞിട്ടില്ലേ? ആ ആയുസ് കുറച്ചിട്ട് ബാക്കി കാലം കണക്കാക്കിയിട്ടാണ് ഞാൻ വന്നത് എന്ന് അസ്രായീൽ പറഞ്ഞപ്പോഴാണ് ആദം നബി അയ്യോ എനിക്കത് ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും മൂപ്പരത് ഓർക്കുന്നില്ല. അപ്പോഴും മൂപ്പര് പറഞ്ഞു എനിക്കതൊന്നും ഓർമ്മയില്ലല്ലോ, ഞാൻ മറന്നുപോയല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ഒരു തെറ്റ് ആദം നബിക്ക് പറ്റിയത് കൊണ്ട്, ആദം നബി അങ്ങനെ മറന്നുപോയത് കൊണ്ടാണ് ആദം നബിയുടെ സന്തതി പരമ്പരകളായ നമ്മളെല്ലാവരും അള്ളാഹിൻ്റെ ഈ കരാറും കാര്യങ്ങളൊക്കെ മറന്നുപോയത് എന്നാണ് ഇബ്നു കസീർ ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട്, ഒന്നിൽ കൂടുതൽ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ആ കഥാപുസ്തകത്തിൽ പറയുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ നാം നൽകുകയും എന്നിട്ട് അവയിൽ നിന്ന് ഊരിച്ചാടുകയും തന്നിമിത്തം പിശാച് കൂട്ടുകാരനാവുകയും തദ്വാര വഴിപിഴച്ചവരിൽപ്പെട്ടവനാവുകയും ചെയ്തവൻ്റെ ചരിത്രം അവർക്ക് ഓതിക്കേൾപ്പിക്കുക. ഇവിടെ വ്യക്തമായും മനുഷ്യരെ ഇതിൽ നിന്നൊക്കെ വഴിതെറ്റിച്ച് പഴപ്പിച്ച് കൊണ്ടുപോകുന്നത് പിശാചാണ് എന്ന് പറയുന്നുണ്ട് ഈ 175-ാം വാക്യത്തിൽ. ഇനി തൊട്ടടുത്ത വാക്യത്തിൽ ഈ പിശാച് ആരാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ പിശാച് ഞാൻ തന്നെയാണ് എന്ന് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവ മൂലം അവനെ ഉന്നത സ്ഥാനത്തെത്തിക്കുമായിരുന്നു. പക്ഷേ അവൻ ഇഹലോകത്തേക്ക് ചായുകയും ദേഹേച്ഛയെ പിൻപറ്റുകയും ചെയ്തു. അപ്പോൾ അവൻ്റെ സ്ഥിതി നായയുടേതുപോലെയാണ്.
ആക്രമിച്ചാൽ അത് നാക്ക് പുറത്തേക്ക് നീട്ടിയിടും. അതിനെ നീ ഒന്നും ചെയ്യാതിരുന്നാലും നാക്ക് പുറത്തേക്ക് നീട്ടിയിടും. നമ്മുടെ ലക്ഷ്യങ്ങളെ നിഷേധിച്ച ജനതയുടെ ഉപമയാണത്. അതുകൊണ്ട് അവർ ചിന്തിക്കുവാനായി ഈ ചരിത്രങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുക. ഇവിടെ ഏതോ അന്നത്തെ മക്കയിലുള്ള ഒരു അറബിയെയാണ് ഇവിടെ നായ എന്ന് പറയുന്നത് ഉപമിക്കുന്നത് എന്നും, അതല്ല ബൈബിൾ കഥയിലെ ചില കഥാപാത്രങ്ങളെയാണ് ഇവിടെ ഉപമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സബബുൻ നുസൂലും വ്യാഖ്യാതാക്കൾ എടുത്തുദ്ധരിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ജൂതന്മാരിൽ തന്നെ ചില ആളുകൾ മുഹമ്മദ് നബിക്ക് പകരം അവരുടെ കിതാബിൽ പറഞ്ഞ ദൂതൻ താനാകുമോ എന്ന് അവകാശപ്പെടുകയോ അങ്ങനെ കരുതുകയോ ചെയ്തിരുന്നു എന്നും, പിന്നീട് മുഹമ്മദ് ആണ് പ്രവാചകനായി വന്നത് എന്നറിഞ്ഞപ്പോൾ അവർ അള്ളാഹുവിൽ തന്നെയുള്ള വിശ്വാസം ഉപേക്ഷിച്ചുവെന്നും അങ്ങനെയുള്ള ചില വിദ്വാന്മാരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നൊക്കെ ഈ സബബുൻ നുസൂൽ വിശദീകരിക്കുന്ന ഹദീസുകളിലുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങളെ നിഷേധിക്കുകയും തങ്ങളോട് തന്നെ അനീതി കാട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജനതയുടെ ഉപമ അതിനീചം തന്നെയാണ്. അള്ളാഹു വല്ലവനെയും നേർവഴിയിലാക്കിയാൽ അവൻ തന്നെയാണ് സന്മാർഗപ്രാപ്തൻ. അവൻ വല്ലവനെയും വഴി പിഴപ്പിച്ചാൽ അവർ നഷ്ടപ്പെട്ടവർ തന്നെയാകുന്നു. ഇപ്പോൾ നേരത്തെ എന്താ പറഞ്ഞത്? പിഴപ്പിക്കുന്നത് പിശാചാണെന്ന്. ഇവിടെ എന്താ പറയുന്നത്? വല്ലവനെയും നേർവഴിയിലാക്കുന്നതും വല്ലവനെയും വഴി പിഴപ്പിക്കുന്നതും അള്ളാഹു തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. തലയിലെഴുത്ത് സിദ്ധാന്തം പറയുന്നു. ഇനി ഈ തലയിലെഴുത്ത് സിദ്ധാന്തത്തെ CN അഹമ്മദ് മൗലവിയെ പോലുള്ള ആളുകൾ നിഷേധിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ ഈ മുഫസ്സിർ മൊയ്ലിയാർ പറയുന്ന വ്യാഖ്യാനം കൂടെ ഞാൻ വായിക്കാം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ അള്ളാഹുവിൻ്റെ മുൻ തീരുമാനമനുസരിച്ച് മാത്രമാണ് നടക്കുന്നത്. അവൻ തീരുമാനിക്കാത്തതോ അവൻ്റെ തീരുമാനത്തിനെതിരായതോ ആയ ഒരു കാര്യം അവൻ്റെ ഭരണത്തിൽ കീഴിലാണല്ലോ നടക്കുക എന്നത് അവനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഈ മുൻവിധിക്കാണ് ശറഇൽ ഖളാ ഖദർ എന്നീ പേരുകൾ പറയുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഉദ്ദേശിക്കൽ എന്ന വിശേഷണത്തോടോ ജ്ഞാനം എന്ന വിശേഷണത്തോടോ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിനെപ്പറ്റി വേണ്ടത്ര മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വാക്യം നോക്കുക. ജിന്നുകളിലും മനുഷ്യരിലും നിന്ന് ധാരാളം പേരെ നരകത്തിന് വേണ്ടി തന്നെയാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, അവ കൊണ്ടവർ മനസ്സിലാക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അവ കൊണ്ടവർ കാണുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, അവ കൊണ്ടവർ കേൾക്കുന്നില്ല. മൃഗതുല്യരാണവർ, അഥവാ അവയേക്കാൾ വഴിപിഴച്ചവർ. അവർ തന്നെയാണ് അശ്രദ്ധർ. തെറി വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഹൃദയങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ അതുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ കളിയാക്കുകയാണ്. ആദ്യം പറഞ്ഞത് ജിന്നുകളിലും മനുഷ്യരിലും നിന്ന് ധാരാളം പേരെ നരകത്തിന് വേണ്ടി തന്നെയാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് മൊയ്ലിയാർ പറയുന്നത് കൂടി വായിക്കാം. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ധാരാളം പേരെ നരകത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞത്. മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റേ വിഭാഗത്തെ നരകത്തിലേക്കുമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കിയ നിരവധി ഹദീസുകൾ അരുളിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നരകം നിറക്കേണ്ടത് ആരെയൊക്കെ കൊണ്ടാണെന്നും സ്വർഗത്തിലെത്തിക്കേണ്ടത് ആരെയാണെന്നും ഒക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഈ മുസ്ലിയാർ വ്യക്തമായിട്ട് പറയുന്നത്. അവ ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സുലഭമായി സ്ഥലം പിടിച്ചു കിടക്കുന്നുണ്ട്. ഈ പറഞ്ഞ തലയിലെഴുത്ത് സിദ്ധാന്തം വിശദീകരിക്കുന്ന ഹദീസുകൾ. അവയിൽ ചിലത് ഹാഫിദ് ഇബ്നു കസീർ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് കാണാം. കണ്ണും കാതും ഹൃദയവുമുള്ള ഈ ആളുകൾ ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് അഹോരാത്രം ചിന്തിക്കുകയും അതിൻ്റെ വഴികൾ കണ്ടെത്തുകയും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭൗതിക നേട്ടങ്ങളെമ്പാടും നേടിക്കൊണ്ടിരിക്കുകയാണവർ. മരണം വരെ അതേ നില തുടരുന്നു. ആരാണ്, എന്തിനാണ് തങ്ങളെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടാവിൻ്റെ തൃപ്തി എന്താണ് എന്നൊന്നും അവർ ലവലേശം ചിന്തിക്കുന്നില്ല. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തിന്നുക, കുടിക്കുക, ഉറങ്ങുക, കാമവികാരങ്ങൾക്ക് പരിഹാരം കാണുക, ഇതാണ് അവരുടെ ജീവിത ലക്ഷ്യം. എന്നാൽ മൃഗങ്ങളും ചിലപ്പോൾ ഉടമയുടെ നിർദ്ദേശം അനുസരിക്കും. ഇക്കൂട്ടർക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെയില്ല. അള്ളാഹുവിൻ്റെ മുൻവിധിയെ തലയിലെഴുത്ത് എന്ന് പേര് പറഞ്ഞ് നിന്ദിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന ആളാണ് CN അഹമ്മദ് മൗലവി. ആ നിലപാട് ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിലും അയാൾ സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അതിനെതിരെ ജാഗരൂകരാകേണ്ടതാണ്.
അപ്പോൾ തലയിലെഴുത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ യുക്തിവാദികളോടൊക്കെ തർക്കിക്കാൻ വരുന്ന ഇസ്ലാമിസ്റ്റുകൾ CN അഹമ്മദ് മൗലവിയെ പോലെ തന്നെ പിഴച്ചു പോയവരാണ്. അവർക്കെതിരെ സമൂഹം ജാഗരൂകരാവണം എന്നാണ് നമ്മുടെ സുന്നി മുസ്ലിയാർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. തലയിലെഴുത്ത് സിദ്ധാന്തം ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ സിദ്ധാന്തം തന്നെയാണ് എന്ന്. എന്തായാലും ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.